അതല്ല ഇത് കേൾക്ക്. ഇത് ഇന്നലെ വന്ന ഒരു കേസാണ്. നമുക്കിപ്പോ കൗൺസിലിംഗ് കേസുകളൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ. ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് ഒരു പ്രണയം. ഇത് വലിയ അത്ഭുതമുള്ള സംഗതി ഒന്നല്ലല്ലോ, പക്ഷെ അത് ഓൺലൈൻ വഴിയാണ്. ചെറുക്കൻ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ ആയിട്ട് കിടക്കുന്നത്. അവനും +2 പഠിക്കുന്ന കുട്ടിയാണ്. 2 വർഷമായിട്ട് ഭയങ്കര തിക്ക് റിലേഷൻഷിപ്പാണ്. പക്ഷെ ഇപ്പൊ എന്താന്ന് പറഞ്ഞാല് ഒരാഴ്ചക്ക് മുമ്പേ ഈ പയ്യൻ അവളെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഈ കുട്ടി കോണ്ടാക്ട് ചെയ്യാൻ പല വഴിക്ക് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് എന്താ വെച്ചാല് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, കരച്ചിലോട് കരച്ചില്, സ്കൂളിൽ പോകുന്നില്ല. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആകെ പ്രശ്നമായിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ 2 സിറ്റിംഗ് എടുത്തു കഴിഞ്ഞപ്പോഴും ഓക്കെ ആവുന്നില്ല. ശരിക്കും സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രണയബന്ധങ്ങൾ നല്ലൊരു ശതമാനം ഇങ്ങനെ തന്നെ അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പലപ്പോഴും പരസ്പരം മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കുറയുന്നുണ്ട്. കാരണം ആകെയുള്ളത് ഇൻസ്റ്റയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ചാറ്റിങ്ങോ ഫോൺ വിളിയോ ഒക്കെയാണ്. അതുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ പ്രകൃതം, സ്വഭാവം എന്താന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോഷ്യൽ മീഡിയ ആണ് എല്ലാം എന്നാ വിചാരിക്കുന്നത്. ഈ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്തിനാണ് ഈ കുട്ടിയെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് അയാൾക്ക് ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി പുതുതായിട്ട് വന്നിട്ടാണോന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ എന്താ പെടുന്നത്? ഒരാൾ തകരുകയും ഒരാള് സുഖമായിട്ട് അയാളുടെ വഴിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ വ്യക്തികളെ അല്ല ആളുകളെ അല്ല പ്രത്യേകിച്ച് കുട്ടികളൊക്കെ തകർക്കപ്പെടുന്ന ഒന്നായിട്ട് പ്രണയം മാറുന്നില്ലേ? വല്ലാത്തൊരു ഇൻഫാക്ച്വേഷൻ ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ പുറകില്. പക്ഷെ എനിക്ക് തോന്നിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ അടുത്ത് നിൽക്കുന്ന എന്നും കാണുന്ന ആളുകളോട് ഒരു ഇഷ്ടം തോന്നാം, അവരോട് അത് പറയാൻ പറ്റും. ഈ പറയാൻ പറ്റാത്ത ചിലപ്പോൾ ചെറിയ തരത്തിലുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള കുട്ടികളാണെങ്കിലോ വളരെ ദൂരത്തുനിന്നുള്ള ബന്ധങ്ങളാകുമ്പോൾ ചാറ്റിങ്ങിലൂടെ എളുപ്പം നടക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഒന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ വലിയ കാര്യങ്ങൾ, വലിയ സ്വപ്നങ്ങൾ പറയാം. ഇനി ഒരാളെ ബോധപൂർവം ട്രാക്കിൽ പെടുത്തണമെങ്കിൽ അങ്ങനെ ട്രാക്കിലും പെടുത്താം. ദാറ്റ് മീൻസ് ഇതിനകത്ത് ചുരുക്കി പറഞ്ഞ യാഥാർത്ഥ്യവുമായിട്ട് പുല്ല ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ 18 വയസ്സ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചാടിപ്പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുന്ന അവസ്ഥയും ദുരന്തമായിരിക്കും. അപ്പൊ ഇവിടെ ജീവിതവുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അത്രയധികം പരിചയമില്ലാത്ത ആളുകളുമായിട്ടുണ്ടാവുന്ന ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രണയങ്ങള് വളരെ കരുതേണ്ടത് തന്നെയാണ്.